പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം ഈ രാത്രി ദൈവശബ്ദത്തിനായിട്ട് ദൈവികാലോചനകൾ പ്രാപിക്കുവാനായിട്ടൊക്കെ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത് വലിയൊരു വിടുതലിന് കാരണമായി തീരട്ടെ. ഇന്നത്തെ രാവിലെ സമയം പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടുവാനിടയായിത്തീർന്നു. കേൾക്കപ്പെടുന്ന ദൈവിക ആലോചനകൾ, ദൈവിക ദൂതുകളെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്
ദൈവനാമത്തിന് വേണ്ടി ദൈവശക്തിയോട് നിലകൊള്ളുവാൻ അതാതിടങ്ങളിൽ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആർക്കോവിൽ നിന്ന് അത് അപഹരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ദൈവശക്തിയുടെ മഹത്വത്തോട് ചേർന്ന് നിൽക്കുവാൻ, പ്രാർത്ഥനകളുടെ മറുപടികളെ നൽകി തരുവാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്ന അനുഭവങ്ങൾ, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിശ്വാസത്താൽ മുന്നേറുവാനല്ല, വിശ്വാസത്തോട് ചുവടുകൾ വയ്ക്കുവാൻ, ശാരീരിക രോഗങ്ങളെ, വ്യത്യസ്ത ക്ലേശങ്ങളെ എവിടെയെല്ലാം വിടുതൽ തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ദൈവിക വിടുതലുകൾക്കായി ഏൽപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള മീറ്റിംഗിന് ദൈവത്തിന് കാരണമായി തീരുവാൻ സ്തോത്രത്തോടായിരിക്കുമ്പോൾ ജോമന ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്വർഗ്ഗം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒന്നാമത്തെ ദിവസം ഈ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. രാവിലത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാ നമ്മളോട് സംസാരിക്കുവാനായിട്ടിടയായി തീർന്നു. ഈ വൈകിയവേളയിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത് വലിയൊരു വിടുതലായി ജയമായി തീരുവാൻ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ സെക്ഷനിൽ ദൈവം നമ്മളോട് ഇടപെടുവാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ തുടർന്ന് മുന്നോട്ട് കടന്നു വന്ന ദൈവത്തിന്റെ ആലോചനകൾ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവം നമ്മളെ സഹായിക്കുകയും ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. കഥാവിന്റെ പരിശുദ്ധ നാമരാത്രിയുടെ കൃപയുടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഥാവിന്റെ സന്ധ്യയോടൊരു വിചാരത്തിൽ വരുവാൻ സർവശക്തനായ ദൈവകൃപ നൽകിയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കഥാവദാസിനെ കുടുംബത്തെ എല്ലാ ദൈവങ്ങളെയും വേഗം വരുന്ന കഥാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഒരുമിച്ച് കഥാവിനെ സ്തുതിപ്പാൻ ദൈവകൃപ നൽകിയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഥാവിനെ ഒരുമിച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മുഖവരകളിലേക്കൊന്നും പോകുന്നില്ല, ദൈവത്തിന്റെ ചിന്തയിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാമത് വാക്യമാണ് ഇന്ന് പകൽ വായിച്ചത്. ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച് സഹായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 22-ാമത് വാക്യം.
ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഉണ്ട്. ഇത് പകലും ഈ രാത്രിയിലൊക്കെ ചിന്തിക്കുന്നത് സ്റ്റെപ്സ് ഓഫ് ഫെയ്ത്ത് എന്നൊരു ചിന്തയാണ്. വിശ്വാസത്തിൻ്റെ പടികൾ, അതിപ്രധാനമായ 6 ചിന്തകൾ അതിനോട് ബന്ധപ്പെട്ട ബൈബിളിലുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു ചിന്തയാണ് ഇന്ന് പകൽ പറഞ്ഞത്, അവിശ്വാസം, അൺബിലീഫ് എന്നൊരു പദമാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം എന്ന ചിന്ത ഇബ്രാഹിം ലേഖനം അതിനു വേണ്ടി ഒരു അധ്യായം തന്നെ ഓർത്തിരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിച്ചു. അതാണ് 11ാമത്തെ അധ്യായം. ഒന്ന്, ഏതൊരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും അവിശ്വാസങ്ങൾ ഉണ്ടാകാം. അതിന് തെളിവായിട്ടാണ് ഇന്ന് പകൽ ചിന്തിച്ചത്. ധൂപപീഠത്തിനരികെ ധൂപം കാട്ടുവാൻ അകത്ത് കയറിയ സെക്കറിയാവിനോട് പോലും ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള വാക്ക് വിശ്വസിക്കായികയാൽ. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ഒരു പദമാണ് അവിശ്വാസം. വിശ്വസിക്കായികയാൽ അത് നടക്കുന്നിടം വരെ നീ വായ് തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ, അവിശ്വാസത്തിന്റെ വാക്ക് പറയാൻ നിനക്ക് നീ ഒരു അവസരം തരാതെ വിശ്വാസത്താൽ നീ സംസാരിക്കത്തക്കവണ്ണം ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. അവൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അവിശ്വാസം ആരുടെ അധരങ്ങളിലൂടെയും പുറത്തു വരാം. ഇനി അത് വാക്കായി വരണമെന്നില്ല, അത് ഹൃദയത്തിനകത്ത് ചിന്തകളായി വരാം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വാക്കുകളിലും ചിന്തകളിലും ഒക്കെ വരുന്ന എല്ലാ അവിശ്വാസത്തെയും ദൈവം ക്ഷമിക്കണം. അവിശ്വാസത്തിന് ബൈബിൾ വിളിച്ചത് ദുഷ്ടഹൃദയം എന്ന പദമാണ്. അത് ആരിലുണ്ടായാലും അതിനെ ദൈവം വിളിക്കുന്നത് ദുഷ്ടഹൃദയം എന്നാണ്. നമ്മൾ ഈ ദൈവത്തെ വിശ്വസിക്കാൻ കാരണം ഭോഷ്ക് പറയാൻ ദൈവം മനുഷ്യനല്ലാത്തത് കൊണ്ടാണ്. ദൈവം ഭോഷ്ക് പറയാൻ മനുഷ്യന്റെ സ്വഭാവം ഉള്ള ആൾ അല്ലാത്തത് കൊണ്ടാണ് നാം ദൈവത്തെ കടന്ന് വിശ്വസിക്കുവാൻ ഇടയാകുന്നത്. മറ്റൊന്ന്, ദൈവത്തെ നാം വിശ്വസിക്കാൻ കാരണം നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ട് ദൈവത്തെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റൂ, വിശ്വസിക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ്. ഇനി 2, ആ ചിന്തയുടെ തന്നെ 2ാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. അവിശ്വാസം ഒരു പാപമായിട്ടാണ് ദൈവം ചിത്രീകരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല. അവിശ്വാസത്തെ നിസ്സാരമായിട്ടല്ല ദൈവം കാണുന്നത്. അവിശ്വാസത്തെ ഒരു പാപമായിട്ട് ദൈവം കാണുകയാണ്. നമ്മൾ പലപ്പോഴും പാപത്തിന്റെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. മദ്യപാനം, പുകവലി, വെറുക്കൂത്ത്, ദുർനടപ്പ്, ഇങ്ങനെ നമ്മൾ ലിസ്റ്റിട്ട് വിളിക്കുന്ന പാപങ്ങളുണ്ട്. പക്ഷെ പാപത്തെ 2ആയിട്ടാണ്. മരണകരമായ പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപം ഉണ്ട്. അവിശ്വാസത്തെ പാപമായിട്ട് ബൈബിൾ அதை ചിത്രീകരിക്കുന്നു. ആ ചിന്തയുടെ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അവിശ്വാസം എന്നതിന് മറ്റൊരു തെളിവൂടെ ബൈബിളിൽ നിന്ന് എടുക്കുന്നു. നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 11ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 11ാമത് വാക്യം. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെന്ത് ചെയ്തില്ല? അവരെ വിശ്വസിച്ചില്ല എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. ആരെ? എന്നോ ആരോ പറഞ്ഞു. ആ പറഞ്ഞവരെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അപ്പോ ഈ ഏത് വാക്കാണ് അവർക്ക് കഥ പോലെ തോന്നിയത്? ഏത് വാക്കാണ്? ആരെയാണ് അവർ വിശ്വസിക്കാതിരുന്നത്? വിശ്വസിക്കാതിരുന്നത് 2-3 സഹോദരിമാരെയാണ്. വിശ്വസിക്കാതിരുന്ന വാക്ക് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള സംഭവമാണ്. നമുക്കത് മനസ്സിലാക്കാൻ 21-ാം അധ്യായത്തിൽ 24-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വായിക്കാം. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് അവർ കല്ലറക്കലെത്തി. ആരൊക്കെയാണ് എന്ന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം. സഹോദരിമാർ ചേർന്ന് പോകുകയാണ്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു പഠിച്ചാൽ, 1 ഒരുക്കിയ സുഗന്ധ വർഗം. എന്നെ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്തവർ ചെയ്തു കൊടുക്കുക. 1, ഈ കഥാവിനെ കാണാൻ കല്ലറയിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷെ പോകുന്നതിന് മുൻപ് എന്തുണ്ട്? ഒരു ഒരുക്കം അവർ നടത്തുന്നുണ്ട്. 2-3 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 1, ആഴ്ചവട്ടത്തിന്റെ 1-ാം
ഒന്നാമത്തെ ദിവസമാണ് 2 അധികാരത്തിൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനു മുൻപ് ന്യായപ്രമാണത്തിനനുസരിച്ച് ശബത്തിലാണ് സ്വസ്ഥത ആചരിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിച്ച് വെക്കുന്ന ദിവസം. എന്നാൽ യേശുവിനെ കാണാൻ അവർ പോകുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസമാണ്. കയ്യും വീശി പോകുകയല്ല, മറിച്ച് ഒരു ഒരുക്കത്തോടെയാണ് അവർ പോകുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, കാശുമായിട്ട് പോകാൻ പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആരാധനയ്ക്ക് ഒരു ഒരുക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിവുള്ളിടത്തോളം ശനിയാഴ്ച ഞായറാഴ്ചത്തെ ആരാധനയ്ക്കുള്ള ഒരു ഒരുക്കം നടക്കണം. ശനിയാഴ്ച രാത്രി മുതൽ അത് ചെയ്യണം. ഏതൊക്കെ മേഖലയിൽ നടക്കണം? 1, ശരീരം കൊണ്ട് ഒരു ഒരുക്കം നമുക്ക് അനിവാര്യമാണ്. 2, മനസ്സുകൊണ്ട് ഒരു ഒരുക്കം നമുക്ക് അനിവാര്യമാണ്. അതാണ് ചിന്തകൾ എന്ന് പറയുന്നത്. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഒക്കെ ശനിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ നാളെ രാവിലെ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് പോകേണ്ടതാണ് എന്ന് ചിന്തകളിൽ പോലും പാപം കടന്നുകൂടാൻ കഴിയാതെ വണ്ണം നമ്മുടെ ചിന്തകൾ പോലുമായി വിശുദ്ധമായി നിലനിർത്തപ്പെടേണ്ട സമയങ്ങളായി അത് മാറുകയാണ്. അപ്പൊ 1, ശരീരം കൊണ്ട് ഒരു ഒരുക്കമുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ശരീരത്തെ സൂക്ഷിച്ചു നിർത്തുക എന്നൊരു ഭാഗമുണ്ട്. 2, കഴിവുള്ളിടത്തോളം എന്ത് ചെയ്യണം? ഡ്രസ്സൊക്കെ ആണെങ്കിലും ഞായറാഴ്ച രാവിലെ കൊണ്ടുപോകാനുള്ളത് തലേ ദിവസമേ എന്ത് ചെയ്യണം? ഒരുക്കി വെക്കണം. സമയം കിട്ടിയാൽ, സാവകാശം കിട്ടിയാൽ, സന്ദർഭം കിട്ടിയാൽ അതൊക്കെ ക്രമീകരിച്ച് വെക്കണം. ഞായറാഴ്ച രാവിലെ എൻ്റെ മാൻ്റെ വിടാന്ന് ചോദിച്ച് എന്ത് ചെയ്യരുത്? നടക്കരുത്. ഞാൻ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നിട്ട് ചുരിദാറാണ് ഞായറാഴ്ച ഇവിടെ കൊണ്ടുപോയിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ആരെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? അതിലെ കറങ്ങി നടക്കരുത്. ഞാൻ എൻ്റെ ചർച്ചിലെ ഈ സ്ഥിരമായിട്ട് ആരാധനയ്ക്കൊക്കെ താമസിച്ച് വരുന്ന വീടുകൾ ഉള്ളവരോട് ഞാൻ ചോദിക്കും. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ എനിക്ക് പറ്റത്തില്ല, ഫെയ്ത്തിനെ കൊണ്ട് ചോദിപ്പിക്കും, എന്ത് കാരണം കൊണ്ടാണ് ഇവർ താമസിക്കുന്നത്? അറിയണ്ടേ? നമുക്കും അറിയണ്ടേ? കാരണം ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കഞ്ഞിയുണ്ട്. എല്ലാവരും കഞ്ഞി കുടിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളും അന്നുച്ചയ്ക്ക് കഞ്ഞിയാണ് കുടിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഇവരെല്ലാം കഞ്ഞികളാണെന്ന്. അല്ല, ഞായറാഴ്ച അത് ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. പയറൊക്കെ ഇട്ട് തേങ്ങയൊക്കെ തിരുമിയിട്ട് അതാണ് ഞങ്ങളുടെ ആഹാരം. അതിന് ഏത് ഗസ്റ്റ് വന്നാലും അതേ ഉള്ളൂ. പറയാതെ വരുന്ന ഏത് ഗസ്റ്റിന്, ഇനി പറഞ്ഞിട്ട് വരുന്നവരോടും പറയും ഇതാണ്. താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം എല്ലാവർക്കും കഞ്ഞിയോട് താല്പര്യമില്ല, നമ്മൾ വേറെ ആഹാരം അറേഞ്ച് ചെയ്യും. ഞാൻ പറഞ്ഞത് അപ്പം അതാ ചെയ്യുന്നത്. അപ്പോൾ ആഹാരം അവിടെ ഉണ്ട്. എന്നിട്ടും താമസിച്ച് വരാൻ കാരണം എന്താ? അപ്പം ഞാൻ അന്വേഷിച്ചത് ഇത് മനസ്സിലായത്. ഇനി ആര് വന്നാലും ഇല്ലേലും ഒറ്റയാളെ ഉള്ളത് ആ സമയത്ത് യോഗം പ്രാർത്ഥിച്ചു കൊടുക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അത് 7 മണി യോഗം 7 മണിക്ക്, 9:30 സമായോഗം 9:30. ആള് വന്നിട്ട് നിൽക്കത്തില്ല. ചിലപ്പം ഞാൻ എൻ്റെ ഒരു പരിപാടികൾ ചെയ്യും. ആരാധന കഴിഞ്ഞിട്ട് സങ്കീർത്തനമായൊക്കെ നടത്തുമെന്ന്. ചിലപ്പോൾ കത്രമേശ ആദ്യം വെക്കും. ഈ പിടി കൊടുക്കത്തില്ല, എപ്പോഴായിരുന്നു നടക്കുന്നത്. അങ്ങനെ തിരുമേശ മാത്രം വിഴുങ്ങാൻ വരുന്നവരുണ്ട്. അങ്ങനെ നീ വിഴുങ്ങിയിട്ട് പോകണ്ടെന്ന് ഞാൻ ഓർക്കും. 4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ 5ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? കറക്റ്റായിട്ട് വരും. ഞാൻ വിഷയത്തിലേക്ക് വരാൻ നിങ്ങൾ ഉണർന്നു പോകരുത്. അപ്പം ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത്, എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്, വെറുതെ പണിയൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, കുറച്ചു നേരം മൊബൈൽ തോണ്ടുക, പിന്നെ അടുക്കളയുടെ പാതകത്തെ കയറിയിരിക്കുക, ചുമ്മാതെ നിലാവട്ടം തയ്ച്ചു വിട്ട കോഴിയുടെ കൊണ്ട് അവിടെ കിടന്ന് എന്ത് ചെയ്യും? കറങ്ങും, ഒന്നും ചെയ്യത്തില്ല. ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരു വെപ്രാളമുണ്ട്. അങ്ങനല്ല ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഞാൻ പഴയ ദൈവത്തിനൊരു തെളിവ് നിങ്ങൾക്ക് തരാം. വായിക്കണ്ട, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം നിന്റെ മകനാകുന്ന ഇസഹാക്കിനെ ഏകജാതനെ എനിക്ക് യാഗമർപ്പിക്കാൻ പറയുമ്പോൾ അവിടെയും നമുക്കൊരു ഒരുക്കം കാണാം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റോ, വിറക് കീറി കഴുതയ്ക്ക് കോപ്പിട്ടിട്ട് എന്ത് ചെയ്യുന്ന പോയതാ. അപ്പൊ ശാരീരിക ഒരുക്കം, മാനസിക ഒരുക്കം, ആത്മീക ഒരുക്കം, 2-3 ഒരുക്കങ്ങൾ അതിന് ആവശ്യമാണ്. ഞായറാഴ്ച രാവിലെ ചിലർ ബൈബിൾ തപ്പുന്നത്. എൻ്റെ ബൈബിൾ എന്ത് കഴിഞ്ഞ് ഞായറാഴ്ച ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തതാ? ടീപ്പോഴടി വെച്ചിരുന്നതാ. എവിടെ കൊണ്ടുപോയി? ആരെടുത്തു? പിള്ളേരെ നീ എടുത്തോടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഈ ശനിയാഴ്ച രാത്രി വരെ സാധനം എന്ത് ചെയ്തില്ല? കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അതായത് അർത്ഥം. നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കണ്ട. ഞാൻ എന്നെ കൂടെ ചേർത്ത് ഈ പറഞ്ഞു പോകുന്നത്. കൈ കൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ മൊബൈൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആവശ്യം പോലെ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിൽ സാധാരണ പറയും, ബൈബിൾ എടുക്കാതെ ആരാധനയ്ക്ക് പോയാലും നമ്മൾ പറയാം സാരമില്ല, അവിടെ ചെന്ന് പാസ്പോർട്ട് പറയാം, ഒരു ബൈബിള് തരാൻ പറയാം. കാരണം അവിടെ ആവശ്യം പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. നമ്മൾ മറന്നു വെച്ചിട്ട് പോയത് അവിടെ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പക്ഷെ മൊബൈല് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അടുത്ത ജംഗ്ഷനിൽ പോയാൽ അന്നേരം തിരിച്ച് എവിടെ വരും?
500 രൂപ കൊടുത്ത് ഓട്ടോ പിടിച്ചാൽ കാരണം അത് വീട്ടുകാരങ്ങനെ എടുത്ത് തുറന്നു നോക്കിയാൽ അടുത്ത കേസാവും. അതുകൊണ്ട് നമ്മൾ തൊടിയിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ ആരാധനയ്ക്ക് പോയത്? ഒരുക്കത്തോടാ പോയത്. ആരാധന ചുമ്മാതെ ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ സ്കാനിങ്ങിന് പോയാൽ അതിനൊരു ഒരുക്കമുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാൻ പറയുന്ന സമയത്ത് വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിച്ച് ഇത്ര സമയത്തിന് മുമ്പേ വെള്ളം കുടിക്കാൻ പറയുന്നത് കുടിച്ചിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് പോയാൽ ഒരു ഒരുക്കമുണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രയ്ക്ക് ഒരു ഒരുക്കമുണ്ട്. ആരാധനയ്ക്ക് ഒരു ഒരുക്കമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുങ്ങിപ്പോയാൽ നിശ്ചയമായിട്ടും ദൈവം അതിനകത്ത് പ്രവർത്തിപ്പാനിടയാ. എന്നെ പുറത്ത് നോടി മാറുകയാ. അവർ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഒരുങ്ങിപ്പോയി. ഒരു ഒരുക്കത്തോടെയാ. എന്താ അവർ ഒരുക്കിയെടുത്തത്? സുഗന്ധവർഗമാണ് അവർ ഒരുക്കിയെടുത്തത്. ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കിയതും വായിച്ചതും കേട്ടറിഞ്ഞതുമായ ഒരു വാർത്ത. ഈ മനുഷ്യൻ മരിച്ചാൽ 3 മണിക്കൂർ കഴിഞ്ഞ് അവന്റെ കോശങ്ങൾ ചത്തു തുടങ്ങത്തുള്ളൂ. അങ്ങനാണെങ്കിൽ ദുർഗന്ധം വ്യാപിക്കുന്നതിന് മുൻപ് അതിന് സുഗന്ധം പരത്താൻ അവര് ധൂപക്കൂട്ടുകൾ ഏകദേശം 30 കിലോ മുതൽ 50 കിലോ വരെ സുഗന്ധവർഗങ്ങൾ ഒരുക്കി കൂട്ടിയെടുത്ത അവർ ആരാധനയ്ക്കായി കടന്നു പോയത്, ദൈവത്തെ കാണാൻ പോയത്. ഞാനൊരു ദൂതൂടെ ദൈവമക്കളോട് ഇത് പകൽക്കാലം പറയാം. കർത്താവിനെ ആരാധിക്കാൻ നാം വരുന്നിടം ദുർഗന്ധം വമിക്കുന്നിടമല്ല. ഒരു പക്ഷെ ചുറ്റുവട്ടത്താൽ അത് ദുർഗന്ധം ഉണ്ടാകാം. പക്ഷെ ആരാധന സുഗന്ധങ്ങളുടെ ആരാധനയാണ്. പ്രാർത്ഥന സുഗന്ധങ്ങളുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ ആരാധന ദുർഗന്ധം വമിക്കുന്ന ആരാധനയല്ല. അതിന്റെ കാരണം നമ്മുടെ കർത്താവ് സുഗന്ധങ്ങളുടെ ദൈവമാണ്, പരിമള തൈലമാണ്. ഇന്ന് പകൽ ദൈവത്തിന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം അറിയണം. നമ്മുടെ ആരാധനാലയങ്ങൾ ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങൾ അല്ല. അനേക ആരാധനാലയങ്ങൾ ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങളായി മാറുകയാകട്ടോ. വഴക്കും ബഹളങ്ങളും അടിമാറാക്കുന്നത് പോലെ സുഗന്ധം വ്യാപരിക്കുന്ന ആരാധനകൾ ദുർഗന്ധം വമിക്കുന്ന ആരാധനകളായി മാറുകയാ. പാസ്റ്റർ വിശ്വാസികളെ ശമിക്കുന്നു, പാസ്റ്റർമാർ വിശ്വാസികളെ പ്രാകുന്നു, വിശ്വാസികൾ ഉപദേശിമാരെ ശമിക്കുന്നു. ഒരു വല്ലാത്ത കാലത്തിലേക്ക് കാലം മാറുമ്പോൾ ഞാൻ സഭയോട് ഇന്ന് രാത്രിയിൽ ഒരു കർത്തദാസനത്തിലെ സ്നേഹത്തോടെ അർപ്പിക്കുകയാ. നമ്മുടെ ആരാധനകൾ സുഗന്ധങ്ങളുടെ സ്ഥലമാകട്ടോ. നമ്മുടെ ആരാധനകൾ സുഗന്ധങ്ങൾ വമിക്കുന്നിടമാ. പ്രാർത്ഥിക്കുന്നത് സുഗന്ധമായി മാറണം. ഒരാൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജോമോനെ പ്രാർത്ഥിച്ചോ, നന്നായി പ്രാർത്ഥിച്ച് അല്പസമയം കൊണ്ട് തന്നെ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് പ്രാർത്ഥിക്കാനിടയാൽ ആ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ്. ഇന്ന് പല സഭയിലെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ കുത്തുവാൻ വേണ്ടിയാ പ്രാർത്ഥനയിലൂടെ വിട്ടാനാ പലരും അത് ചിന്തിക്കുന്നത്. അവിടെ മുഴുവൻ ദുർഗന്ധം വ്യാപരിക്കുമ്പോ ദൈവത്തിന്റെ സഭയിലെ പ്രാർത്ഥന ഒരു സുഗന്ധമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് പ്രാർത്ഥിക്കുമ്പോ കേൾക്കുന്നവനൊരു ആശ്വാസമാണ്. ആത്മാവിന്റെ ആരാധന ഒരു ആശ്വാസമാണ്. തിരുവചന പ്രബോധനങ്ങൾ ഒരു ആശ്വാസമാണ്. ദൈവ സന്ദേശം ഒരു ആശ്വാസമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാം ദൈവസന്നിധി വരുമ്പോൾ നോക്കുക. ഒന്ന്, അവർ ഒരുക്കിയ സുഗന്ധവർഗങ്ങളെ ഒരുക്കിയെടുത്തു. രണ്ടാമത്, അവർ അധികാലത്ത് എഴുന്നേറ്റു. പ്രാർത്ഥനയ്ക്ക് പോകാൻ, ആരാധനയ്ക്ക് പോകാൻ ഒരു ഒരുക്കവും അതിനൊരു സമർപ്പണവും അവർക്കുണ്ടായിരുന്നു. 3, ഒരുക്കിയെടുത്ത സുഗന്ധവർഗങ്ങൾ അതുമായിട്ടാണ് അവൻ ആലയത്തിലേക്ക് പോകുന്നത്. ഞാൻ ഒരു ദൂതോട് ദൈവജനത്തോട് പറഞ്ഞു മുൻപോട്ട് പോകാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ ആലയത്തിൽ പോകുമ്പോൾ എന്റെ സാന്നിധ്യം അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറണം. എന്റെ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറണം. എന്റെ ആരാധനയിൽ അടുത്തിരിക്കുന്ന ദൈവവൈതന് ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരണം. ദുർഗന്ധം വമിക്കുന്ന ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി സുഗന്ധം പരത്തുന്ന ഒരു ആരാധനയായി നമുക്ക് മാറാം. നമ്മുടെ ജീവിതം ഒരു ആരാധനയാണ്. എന്റെ ജീവിതം ദൈവത്തിന് സുഗന്ധമായി മാറണം. അത് ഞായറാഴ്ച രാവിലെ അല്ല, ആലയത്തിൽ വന്നിട്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കാൻ പറയുകയല്ല, മറിച്ച് ആഴ്ചയിലെ 7 ദിവസവും നാം ഒരു ഒരുക്കത്തിലാകട്ടോ. അടുത്ത ഞായറാഴ്ച വരും. കർത്താവിന്റെ വരവ് താമസിച്ച അതിരാവിലെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പോകണം, ദൈവത്തെ വിളിക്കാൻ ഞങ്ങൾക്ക് പോകണം, ദൈവസന്നിധിയിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച മുതൽ ഒരുങ്ങി ദൈവത്തിന് പ്രസാദമുള്ള ഒരു സുഗ്രാഗിയാഗമായി ഞാൻ എന്നെ സമർപ്പിക്കണം. എന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്ന വാക്കുകൾ ഉണ്ടാകരുത്. എന്റെ
ചിന്തയിൽ അത് ഉണ്ടാകരുത്, എന്റെ പ്രവൃത്തിയിൽ അത് ഉണ്ടാകരുത്. ഞാൻ ഞായറാഴ്ച പോയി ദൈവത്തെ ആരാധിപ്പാൻ ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ എന്റെ യാതനത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ അന്യഭാഷ ദൈവത്തിന്റെ സുഗന്ധമായി മാറണം. അത് പാസ്റ്റർക്കുള്ളതല്ല, അത് ആലയത്തിൽ ഇരിക്കുന്ന വിശ്വാസികൾക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് എന്റെ അതിന് ഒരു ഉറവയിൽ നിന്ന് രണ്ട് വെള്ളം ഒഴുകാറില്ല, രണ്ട് അത് നീര് പുറപ്പെടത്തില്ല, കയ്പും മധുരവും പുറപ്പെടുകയില്ലെങ്കിൽ എന്റെ നാമ ദൈവത്തിന് സുഗന്ധമുള്ളതായി മാറുവാനാണ്. ഞാനൊരു ദൂതോട് പറഞ്ഞു പോകാം, ദൈവത്തെ ആരാധിക്കാൻ ഹൃദയം കൊണ്ട് തയ്യാറാകുന്ന ഒരു ദൈവവേദന അറിഞ്ഞിരിക്കണം. അവരെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. അവൻ അതിനായി എഴുന്നേറ്റിരിക്കുക. അല്ല, നമ്മൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയെങ്കിൽ ഒരു വിളി കൊണ്ട് നമ്മൾ എഴുന്നേറ്റിരിക്കുക. അവിടെ വായിച്ച പദം ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം സുഗന്ധവർഗം എടുത്ത് ആദികാലത്ത് അവർ കല്ലറയ്ക്കെത്തി. എന്തിനാ അവർ കല്ലറയിൽ പോയത്? കല്ലറയിൽ ജീവനുള്ള ആരുമില്ല, കല്ലറയിൽ മരിച്ചവർ മാത്രമാ, മൗനതയിലേക്ക് ഇറങ്ങിപ്പോയവർ മാത്രമാ. അപ്പൊ പോകുന്ന സ്ഥലത്തെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ട്. ആളനക്കമില്ലാത്ത ഇടം, മനുഷ്യവാസമില്ലാത്ത ഇടം, ശബ്ദകോലാഹലങ്ങൾ ഇല്ലാത്ത ഇടം, നിശബ്ദമായി നിൽക്കുന്ന ഇടം. ഞാൻ ഈ പകലൊരു ദൂതോടെ രാത്രി ഓർപ്പിക്കുക, നമ്മൾ വന്നിരിക്കുന്നത് മരിച്ചവരുടെ നടുവിലല്ല, നമ്മൾ ഇരിക്കുന്നത് മൗനതയിൽ ഇറങ്ങിയവരുടെ നടുവിലല്ല. ദൈവത്തിന്റെ സഭ നിശബ്ദമായ ഇടമല്ല, അവിടെ ശബ്ദമുഖരിതമാണ്. കാരണം മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്ന് മുതൽ എന്നേക്ക് കർത്താവിനെ സ്തുതിക്കുന്ന കാരണം അവൻ മരണം കൊണ്ട് അവസാനിക്കപ്പെട്ടവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ദൈവങ്ങളെ, പലരും ഇന്നും കല്ലറകൾ തേടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൃപയാൽ ജീവനുള്ള ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുവാനിടയാൽ. ഇവർ കല്ലറയിലേക്ക് എന്താ പോയത്? അതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് അരുമനാഥനെ അവിടെ അടക്കം ചെയ്തത് അവർക്കറിയാം. അരുമത്യക്കാരൻ യോസഫും നിക്കോദിമോസും ഒക്കെ ചേർന്ന്, ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെയാ കേട്ടിട്ടുള്ളത്, ഈ ക്രൂശിനോട് ചേർത്തൊരുവിനെ ക്രൂശിക്കുമ്പോൾ അവന്റെ ശരീരം ഇറക്കാൻ ചെല്ലുന്നവൻ ക്രൂശിനെ തൊടാൻ പാടില്ല. കാരണം തൊട്ടാൻ അവൻ ശാപഗ്രസ്തനാ. അതുകൊണ്ട് ക്രൂശിക്കുന്നവന്റെ ശരീരത്തോട് ചേർത്ത് ഒരു കയറ് കെട്ടിയിട്ടേക്ക്. അതുകൊണ്ട് ആ കയറിൽ അവനെ കെട്ടിയിറക്കിയെന്ന് വായിക്കുന്നത്. അങ്ങനെയാണ് ക്രൂശിൽ തൊടാതവണ്ണ വാണിയിളക്കി ആ കയറിൽ പതിയെ താഴേക്ക് അത് ഇറക്കുന്നത് പോലെ അവനെ താഴേക്ക് ഇറക്കി ദേഹത്തോട് ചേർത്ത് അവനെ ഏറ്റുവാങ്ങി കല്ലറയിൽ അടക്കം ചെയ്ത വാർത്തയെ അവർക്കറിയാം. അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർക്കറിയാം. അവർ പോയത് മരിച്ചവനെ കാണാനാണെങ്കിൽ അടുത്ത പദം എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മരിച്ച ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന്. ഞാനൊരു ദൂതോട് പറയാ, മരിച്ചു പോയ ഇടങ്ങളിൽ തീർത്ഥാടനം വേണ്ടി ഒരു ദൈവ പൈതൽ പോകാത്തതിന്റെ കാരണം നാം ആരാധിക്കുന്നത് മണ്ണോട് മൺമാറിയ ദൈവത്തെ കാണാനല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അടുക്കല. അവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ജനഭാഗത്തിലേക്ക് വരാം. നോക്കുക, അവർ പോകുന്നത് കല്ലറയിൽ. ആ കല്ലറയുടെ പ്രശ്നം എന്താ? അവിടെ മരിച്ചവർ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പോകാൻ പേടിക്കുന്ന ഒരു സ്ഥലം ഏതാ? കല്ലറയാ. ചിലർക്ക് സെമിത്തേരിയിൽ നിന്ന് കേൾക്കുന്നത് പേടിയാണ്. ശവപ്പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശവപ്പെട്ടി കണ്ടാൽ അവളോട് നോക്കാതെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പെട്ടി കണ്ടാൽ അപ്പം നമുക്ക് പേടിയാ തട്ടിപ്പോകുന്നുള്ളത്. കല്ലറ പേടിയുള്ളവരുണ്ട്, ശവപ്പെട്ടി പേടിയുള്ളവരുണ്ട്, ഈ കല്ലറയുടെ വഴി പോകാത്തവരുണ്ട്. പക്ഷെ ബൈബിള് വായിക്കുന്ന ഒരുത്തൻ കല്ലറ സ്ഥിരതാമസമായിരുന്നു. പക്ഷെ പുള്ളി ഒറ്റയ്ക്കല്ലായിരുന്നു, 6000 പേര് പുള്ളിയുടെ കൂടുണ്ടായിരുന്നു. നമ്മൾ ഈ സാധാരണ സെമിത്തേരിയിൽ പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ ആരെങ്കിലും മരിച്ചവരെ കൊണ്ടുപോകാനാ എന്ത് ചെയ്യുന്നത്, നമ്മൾ പോകുന്നത്. ഒടുവിൽ നമ്മളെ കൊണ്ട് പോകുമ്പോഴും നമ്മൾ മനസ്സോടെ പോകുന്നതല്ല, പ്രാണം പോകുന്നതുകൊണ്ട് ആരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നതാ, കൊണ്ടുപോകുന്നതാ. ഞങ്ങളുടെ നെയ്യാറ്റിൻകരയിൽ വീടിനോട് ചേർന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നത്, അടങ്ങിക്കവരെല്ലാം വീടിന് മുമ്പിൽ ഒരു കല്ലറ
നമുക്ക് കാണാം. 6 മാസം താഴെയൊക്കെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മിക്കവാറും ബെഡ്റൂമിൽ തന്നെ കുടിയെടുത്ത് അടക്കിയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അതിനവർ പറയുന്നത് നമ്മുടെ കൂടെ ഒരാഴ്ച മുഴുവൻ ജീവിച്ച ഒരാൾക്ക് 6 അടി മണ്ണ് കൊടുക്കാനില്ലെങ്കിൽ പിന്നെ അവരെ ചുടുകാട്ടി കൊണ്ടുപോയാണോ അടക്കം ചെയ്യേണ്ടത്. ഒരു നല്ല ചിന്തയായിട്ട് എനിക്കും അത് തോന്നാറുണ്ട്. എല്ലാ വിശ്വാസികളുടെ എല്ലാം വീട്ടിൽ എൻ്റെ ഫാദറിനെ അടക്കിയിരിക്കുന്ന തൻ്റെ പിതാവിനെയും മാതാവിനെയും മമ്മിയുടെ അമ്മയൊക്കെ അടക്കം ചെയ്തേക്കുന്നത് അവിടെയാണ്. ഞാൻ പറഞ്ഞു വന്ന ചിന്ത ഇതാണ്, നമുക്ക് കല്ലറയിൽ കേൾക്കുമ്പോഴേ എന്താ പേടിയാണ്. നമുക്ക് ലുലുമളി പോകാൻ ഒരു പേടിയില്ല, ഡിമാർട്ടിൽ പോകാൻ നമുക്ക് സന്തോഷമാണ്, ഫാമിലി മാർട്ടിൽ പോകാൻ നമുക്ക് നിങ്ങൾക്ക് ഒരിടത്തും പോകാൻ സന്തോഷമില്ലെന്ന് തോന്നും, സമയം വരാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു സന്തോഷം. നമുക്ക് ഇവിടെ എല്ലാം പോകാൻ സന്തോഷം. പക്ഷേ സെമിത്തേരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. പകൽ പോലും സെമിത്തേരിയുടെ അടുത്തൂടെ പോകാൻ പേടിയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയല്ലോ, ഈ 3 സഹോദരിമാരാ, ഒരാണുങ്ങളും അവരുടെ കൂടെ ഇല്ല. ഞാൻ ആ ചിന്ത പറയാൻ വന്നതറിയാം, ഈ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് നിറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സങ്ങളും പ്രശ്നമല്ല. അത് പറയാൻ നീ പറഞ്ഞേ, നമ്മൾ എന്തെല്ലാം തടസ്സങ്ങളാ പറയുന്നറിയാം, എന്തെല്ലാം കാര്യം മാസ്റ്റർ ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കുച്ചിപ്പിടുത്തം, വാദം, ഉളുക്ക്, ചതവ്, ഇങ്ങനെ എന്തെല്ലാം പരിപാടികളാ. സത്യമാണെന്ന് ഞാനതിനെ ഒന്നും എതിർക്കുന്നില്ല. നമ്മൾ അറിയണം, നമ്മൾ രക്ഷിക്കപ്പെട്ട ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോഴോ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്ത് ചെയ്യുന്നറിയാ, ഈ നേര സന്ധ്യയാകുമ്പോൾ കൂടണിയുന്ന പക്ഷിയുടെ കൂട്ടം ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യും, രോഗസൗഖ്യവും വിടുതലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മണ്ണിലായതുകൊണ്ട് 40 വയസ്സ്. നിങ്ങളിപ്പോൾ ചിന്തിക്കരുത് ഇങ്ങനെ മാത്രം ഒരു കുഴപ്പമില്ലത്, എനിക്കൊത്തിരി കുഴപ്പമില്ല. ഈ നമ്മൾ കൂടുതൽ ചെക്കപ്പിന് പോകാതിരിക്കുന്നാൽ കുറച്ച് പേടി നമുക്ക് ഉണ്ടാകുന്നു. കൂടുതൽ കാര്യങ്ങൾക്ക് പോകണ്ടെന്നല്ല, ചെയ്യണ്ടെന്നല്ല, കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്ന ചിന്ത നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മെഡിക്കൽ സയൻസ് അങ്ങനെ വൈദ്യശാസ്ത്രം പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യും, കൂടണയും. ഇതിന് പുറത്ത് നിൽക്കുന്ന എല്ലാം ഷുഗർ വന്ന് കയറുമ്പം BP ഒതുക്കി നീ പോയാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കയറി, അങ്ങനെ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകാം. അപ്പം അതെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ 2 ആഴ്ചയായിട്ട് അവിടെ ഉണ്ടെന്ന് പറയും. എന്നാൽ കുഴപ്പമില്ല, ഞാനിവിടെ വന്നേക്കാന്ന് പറയും. ഇങ്ങനെ ഓരോന്നോരോന്ന് എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ കൂടെ വരും. തേയ്മാനം ഉണ്ടാകും, എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകും. നമ്മുടെ ഈ ഷോൾഡർ ജോയിന്റ്സിന്റെ ഒക്കെ ഫ്ലൂയിഡ് കുറഞ്ഞു തുടങ്ങും, അതിന്റെ പ്രയാസം ഉണ്ടാകും. മജ്ജകൾക്ക് പ്രയാസം ഉണ്ടാകും, നടപ്പിന് വേഗത കുറയും, സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചത്, 60 വയസ്സ് കഴിയുന്നവർ വീടിനകത്ത് പോലും ചെറിയ സ്റ്റൂളിൽ പോലും കയറി നിന്ന് ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാത്റൂം ഒക്കെ എപ്പോഴും തറ ഉണങ്ങിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചേ കയറങ്ങനെ ചെറിയ വീഴ്ച പോലും വലിയ അഥവാ വീണാൽ കൈ കുത്തണം. കാരണം ഈ ഹിപ്പ് ഒക്കെ ഒടിയുന്നതിനേക്കാൾ ഭേദം കൈക്കൊരു പൊട്ടൽ ഉണ്ടാകുന്നതാണെന്നൊരു ഡോക്ടറെ കുറിപ്പ് ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, ഇത് മുഴുവൻ ശരീരത്ത് വന്ന് കയറും. കാരണം രക്ഷിക്കപ്പെട്ടെങ്കിലും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. അത് അതിനു വേണ്ടി കാത്തിരിക്കുകയാ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്നറിയാം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ആരാധനയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഒന്നിന്റെയും പേര് പറഞ്ഞ് നമ്മളത് മുടക്കത്തില്ല. 3 സഹോദരിമാർ, 3 തടസ്സങ്ങൾ അവർക്കുണ്ട്. 1 ഇരുട്ടുള്ള സമയമാണ്, 2 അതിരാവിലെയാണ്, 3 1800 കിലോഗ്രാം ഭാരമുള്ള കല്ലവിടെയുണ്ട്, 4 അരയിൽ വാൾ അതെ കാത്തു സൂക്ഷിച്ചു നിൽക്കുന്ന പടയാളികൾ അവിടെയുണ്ട്. 4 പ്രതികൂലങ്ങളുടെ നടുവില ചില സഹോദരിമാർ ഈ കല്ലറയോട് അടുക്കുന്നത്. പോകുമ്പോൾ അവർക്കൊരു ചോദ്യമുണ്ട്, ആര് ഈ കല്ല് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? അപ്പൊ കല്ല് അവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ബലഹീനരാകുന്ന ഞങ്ങൾക്ക് ഈ കല്ല് ഉരുട്ടി മാറ്റാൻ കഴിയത്തില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അവർ തമ്മിൽ ഒരു ചോദ്യം ചോദിക്കുകയാ, ആരെങ്കിലും നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റാൻ ഇറങ്ങി വരുമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവർ, അത്ഭുതം ചെയ്തവർ, കുരുടർക്ക് കാഴ്ച കൊടുത്ത്, ചെകിടർക്ക് കേൾവി കൊടുത്ത്, മുടന്തരെ നടക്കുവാറാക്കിയ എന്റെ കർത്താവ്, നമ്മുടെ കർത്താവ് ആ കല്ലറക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്ന കാഴ്ചയാ. ആ ഈ കല്ല് ഉരുട്ടി മാറ്റുക. അവരെന്താണോ ചോദിച്ചു പോയത് അതിന്റെ മറുപടി കണ്ടുകൊണ്ട് അവർ അവിടത്തേക്ക് നടന്നു നീങ്ങുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവവൈതലേ, ഇങ്ങോട്ട് വരുന്ന വഴിയെ നിന്റെ മനസ്സിനകത്തുണ്ടായ ചിന്തകള്
നീ എന്തൊക്കെയാണോ ചിന്തിച്ചു വന്നത്, എന്തൊക്കെയാണോ ആലോചിച്ചു വന്നത്, എന്തൊക്കെയാണോ ചിന്തിച്ച് ഭാരപ്പെട്ടു വന്നത്, ആരാധനയ്ക്ക് കയറി വരുമ്പോൾ അതിന്റെ മറുപടി നൽകി തരാൻ ഇന്ന് രാത്രി നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നീ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്റെ മനസ്സിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാ. അവർ ചോദിച്ചത് നമുക്ക് വായിക്കും, നമുക്ക് വേണ്ടി ആരും കല്ലുരുട്ടി മാറ്റുമെന്ന് അവർ ചോദിച്ചാണ് വരുന്നത്. അത് മറ്റു സുവിശേഷം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ കാണാം, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി അവർ കണ്ടു. അടുത്ത വാക്ക്, അകത്ത് കടന്നാറേ. യേശുവിന്റെ ശരീരം എന്ത് ചെയ്തില്ല? കണ്ടില്ല. അവർ അകത്തേക്ക് കടന്നു, സ്റ്റെപ്പുകൾ കയറി താഴേക്ക് ചെന്നു. അകത്തേക്ക് കയറുവാനിടയാൽ അവരെന്താണോ കാണാൻ വന്നത് അതല്ല അവർക്ക് കാണാൻ കഴിഞ്ഞത്. മരിച്ചുപോയ ശരീരം കാണാനാണ് അവരവിടേക്ക് വന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, അവർ യേശുവിന്റെ ശരീരം കണ്ടില്ല എന്ന വാക്കിന്റെ അർത്ഥം മൃതപ്രായനായവനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതെ, മരിച്ചവന്റെ ശരീരത്തെ അല്ല അവർ കണ്ടത്. അങ്ങനെ അവർ സഞ്ചരിച്ച് അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ അവരുടെ അരികെ നിൽക്കുന്നത് അവർ കണ്ടു. നോക്കുക, അവർ ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ രണ്ട് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച അവർ കാണുകയ. അർത്ഥം, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലെന്നേ, നിങ്ങൾ ഇവിടെ തനിയല്ലെന്നേ. ഇരുട്ടുള്ളപ്പോൾ ഇറങ്ങി തിരിച്ചവർ വെളിച്ചം വീശി തുടങ്ങുമ്പോൾ ആ കല്ലറയെ മരണമേ നിന്നെ ജയമെവിടെ, പാതാളമേ നിന്നെ വിഷമുള്ളവിടെ എന്ന് വിളിച്ചു ചോദിച്ച മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിടിച്ചു വാങ്ങിച്ച കർത്താവിനെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നീ പറയണം, എന്റെ ദൈവം അറിയാതെ എന്റെ പ്രാണൻ നഷ്ടപ്പെടത്തില്ല. അവൻ തന്ന ആയുസ്, അവൻ തന്ന ജീവൻ അവൻ പറയാതെ എടുക്കപ്പെടത്തില്ല. ഏതെല്ലാം മഹാരോഗങ്ങൾ വന്നാലും, ഏതെല്ലാം വ്യാധികൾ വന്നാലും, എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും, എന്തെല്ലാം അപകടങ്ങൾ വന്നാലും, ഇല്ല എന്റെ പ്രാണൻ ദൈവത്തിന്റെ കയ്യിൽ അത് സുരക്ഷിതമാണ്. അവൻ അറിയാതെ, അവൻ പറയാതെ, അവൻ സമ്മതിക്കാതെ എന്റെ പ്രാണനെ തൊടാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന് ഉറക്കം വിളിച്ചു പറയണം, അവൻ പറയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. പിശാച് പറയാ, തീർന്നു, നീ അവസാനിച്ചു, നിന്റെ ആയുസ് തീരാറാ. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാ, കുഞ്ഞേ, പിശാചല്ലെന്ന് തീരുമാനിക്കുന്നത് നിനക്ക് ജീവൻ തന്ന ഉടയവന്റെ കയ്യിലാണ്. നിന്റെ പ്രാണനും നീ രാത്രി തിരിച്ചറിയേണ്ടത്. ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രി അടിച്ചു മാറ്റാം. നിനക്ക് ആരോഗ്യം നൽകാം, നിന്റെ പ്രാണനെ പൊരുതുന്ന ശക്തികളെ ജയം നൽകി തരാം. ഇന്ന് രാത്രി ഒരു അധികാരമുണ്ട്. അവൻ സാധാരണക്കാരനല്ല. വെളിപ്പാട് പുസ്തകം വായിക്കുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അർത്ഥം, ഞാൻ പറയാതിനെ തൊടാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. തിരുവചന വായിക്കുന്നു, നമ്മുടെ ജീവൻ അവന്റെ പാഠത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിച്ചിട്ടല്ല ദൈവം ഈ ഭൂമിയിൽ ജനിക്കാൻ നമുക്ക് അവസരം നൽകി. അവർ അകത്തേക്ക് കയറുകയാ. അവർ സഞ്ചരിച്ചു നിൽക്കുന്ന ഭ്രമിച്ചു പോയെന്നൊക്കെയാ ഒരു പദം. രണ്ട് ദൂതന്മാർ അവിടെ അത് ഇറങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു. അടുത്ത വാക്ക്, ഭയപ്പെട്ട മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവനോട്, ഇറങ്ങി വന്ന ദൂതന്മാർ അവരോട് ചോദിക്കും, നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ
അന്വേഷിക്കുന്നത് എന്താ? ഇന്ന് രാത്രിയിൽ ദൈവത്തെ എവിടെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കുന്നത് മരിച്ചവന്റെ നടുവിലല്ല, മൺമറഞ്ഞവരുടെ നടുവിലല്ല, സെമിത്തേരിയിലല്ല, ശവക്കോട്ടകളിലല്ല. ദൈവത്തെ എവിടെയാ അന്വേഷിക്കുന്നത്? അവൻ ജീവനുള്ളവരുടെ നടുവിലുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രി ഈ ആരാധന നടക്കുമ്പോ എന്താ നമ്മൾ കല്ലറകളിൽ പോകാത്തത്, സെമിത്തേരിയിലേക്ക് പോകാത്തത്? അവിടെയല്ല കർത്താവിനെ കാണുന്നത്, അവിടെ മൺമറഞ്ഞവർ അതെ അവരെ അടക്കം ചെയ്തിടവാ. എന്നാൽ ആരാധനാലയ അതെ മരിച്ചവരുടെ സ്ഥലമല്ല, അത് ജീവനുള്ളവരുടെ സ്ഥലമാണ്. അവരുടെ നടുവിലാണ് അവൻ ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്നുള്ള തെളിവ് അവൻ ജീവനുള്ളവരുടെ നടുവിൽ വസിക്കുകയാണ്. അടുത്ത വാക്ക് സമയം പോകും. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്ന മറ്റൊരു ഭാഗം. ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞ വാക്കുണ്ട്. അതാണ് ബൈബിൾ അന്വർത്ഥമാക്കുന്നത്. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുതി. ഇന്ന് രാത്രി ഒരു ദൂതോട് പറയാം, അവൻ എങ്ങനെ ഉയർത്തെഴുന്നേറ്റു? റോമാലേഖനം 8-ാം വാക്യം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യുക? വ്യാപരിക്കുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ എന്ത് ചെയ്യും? ഉയർപ്പിക്കും. അത് വരാൻ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഒരു ആത്മാവിനെ മറ്റൊരു ദൂത് ഇന്ന് പകൽക്കാലം പറയാം. അതിന്റെ ആ ബിബ്ലിക്കൽ ചിന്ത നമ്മെ ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് ആത്മാവിന്റെ ശക്തിയോടെ. എന്നാൽ ഒരു ദൂതോട് എനിക്ക് അവിടുന്ന് പറഞ്ഞു പോകണം. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കുഞ്ഞെ, നീ തകർന്നു പോയിടത്തു നിന്ന് നിന്നെ ഉയർപ്പിക്കാൻ കരുത്തുള്ള ഒരു കർത്താവുണ്ട്. അതിനെന്താ വ്യാപരിച്ചത്? അതിന് വ്യാപരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഒരു ദൂതോട് കയറി പറയുക, മരുന്നിന് ചെയ്യാൻ കഴിയാത്തത് അത് പാപമല്ല. അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അത് ദൈവത്തിന്റെ ജ്ഞാനം പരിജ്ഞാന ബുദ്ധിയാ. ഡോക്ടേഴ്സിനെ കാണുന്നപ്പോ കാണുക, മരുന്ന് കഴിക്കണപ്പോ കഴിക്കണം. അവൻ പറയുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതൊന്നും പാപമല്ല. പക്ഷെ ഇന്ന് രാത്രി ദൂത മരുന്നിന് ചെയ്യാൻ കഴിയാത്തത്, പണത്തിന് ചെയ്യാൻ കഴിയാത്തത്, അധികാരത്തിന് ചെയ്യാൻ കഴിയാത്തത്, നമ്മുടെ സാഹചര്യത്തിന് ചെയ്യാൻ കഴിയാത്തത്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ അവന് കഴിയുമെന്ന് അവനെ ഉയർപ്പിക്കുക. യേശുവിനെ ഉയർപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെട്ടെങ്കിൽ നീ തകർന്നു പോയാൽ അവിടുന്ന് ഉയർപ്പിക്കാൻ കരുത്തുള്ള ഒരു കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. നീ പേടിക്കണ്ട. അതേ കൃപ പ്രാപിച്ച ദൈവവൈതലേ, നീ ഭാരപ്പെടരുത്, നീ അധൈര്യപ്പെടരുത്. ഇന്ന് രാത്രി നമ്മുടെ വിഷയമല്ല, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ആ വാക്ക് നാവിൽ നിന്ന് വരണം. എന്നെ ഉയർപ്പിക്കാൻ കരുത്തുള്ള ഒരു ദൈവം, എന്റെ സാഹചര്യത്തെ ഉയർപ്പിക്കാൻ, എന്റെ സ്ഥിതികളെ മാറ്റാൻ കരുത്തുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രിയിലും എനിക്ക് വേണ്ടി ഉണ്ട്. അവൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം എന്റെ മേൽ വ്യാപരിച്ചാൽ, അവന്റെ ശക്തി എന്റെ മേൽ വ്യാപരിച്ചാൽ നിശ്ചയമായിട്ട് എന്നിൽ ചില മാറ്റങ്ങൾ സംഭവിക്കപ്പെടും. നിർജീവമാകുന്ന കോശങ്ങളിൽ ജീവൻ പകർന്നു കൊടുക്കുക, ജീവന്റെ ശക്തി പകർന്നു കൊടുക്കുക. അതേ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തിനകത്ത് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടത് നിർജീവമായി പോയത്, രക്തയോട്ടമില്ലാത്തത്, ജീവനില്ലാതെ നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി രോഗശാന്തി ഈ കോട്ടനെ സംഭവിക്കപ്പെടട്ടെ. ഈ രാത്രി ദൈവശക്തി ഇറങ്ങട്ട, ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ട. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിലേക്ക് നീ കല്ലറയിൽ വന്നിരിക്കുന്നത് നീ ജീവനുള്ളവരുടെ നടുവില. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രത്തെ തുടരുക. ദൈവശക്തി നിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ വിടുവിക്കുക, നിന്നെ സഹായിക്കുക, നഷ്ടപ്പെടുന്ന ആരോഗ്യത്തെ മടങ്ങിത്തരാൻ, ബലത്തെ മടങ്ങിത്തരാൻ. അവൻ നിന്നെ തൊട്ട്
ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമാറ്റത്തെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഓ ദൈവത്തിന്റെ കാര്യത്തിനെ തൊടുക. നിന്റെ ശരീരമേ ഒരു ഭാരം തോന്നുന്നെങ്കിൽ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. സൗഖ്യം വ്യാപരിക്കപ്പെടുക, സൗഖ്യം വ്യാപരിക്കപ്പെടുക, വിടുതൽ വ്യാപരിക്കപ്പെടുക യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി അതേ ഷുഗറുകൾ, അതേ പ്രഷറുകൾ, കൊളസ്ട്രോളുകൾ, അനിയന്ത്രിതമായിരിക്കുന്ന എല്ലാ അനുഭവങ്ങൾ ഇന്ന് രാത്രി അതിന് കൺട്രോളായി മാറട്ടെ യേശുവിൻ നാമത്തില്. ഈ രാത്രി സൗഖ്യം, ഈ രാത്രി വിടുതൽ, ഈ രാത്രി വ്യാപരിക്കപ്പെടട്ടെ. ഒരുവരെ ജീവിപ്പിക്കാൻ ഈ ആത്മാവിന് ശക്തി ഉണ്ടെങ്കിൽ തെറ്റായി പോയ, നിർജീവമായി പോയ നിന്റെ അവയവങ്ങളെ ഇന്ന് രാത്രി ജീവൻ നൽകുന്നു. നിങ്ങളുടെ ശരീരം തിരിച്ചറിയത്തക്കവല്ല, നിങ്ങളുടെ ശരീരം തിരിച്ചറിയത്തക്കവല്ല, അത് മനസ്സിലാക്കത്തക്കവല്ല. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിർജീവമായ കോശങ്ങളെ ജീവിപ്പിക്കാൻ ആത്മാവിനെ കഴിഞ്ഞ നിന്റെ ശരീരത്തിലെ അവയവങ്ങളെ നിർജീവത്തെ മാറ്റിക്കളയാൻ ഇന്ന് രാത്രി ആത്മ സാന്നിധ്യത്തോടെ വ്യാപരിക്കുക. ദൈവശക്തിയുടെ വ്യാപരിക്കുക. അക്ഷരാധികൾ കമലഘടകത്തിന് മരുന്നിന് ചെയ്യാൻ കഴിയാത്തത്, മെഡിസിന് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് രാത്രിയുടെ ശരീരത്തെ ഒരു അത്ഭുതമായി വ്യാപരിക്കത്തക്കവണ്ണം ഞാൻ ഈ ദൂരവിടെ കൈമാറിക്കൊണ്ടിരിക്കുക. ദൈവശാന്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന് അധികാരമുള്ള നാമത്തിൽ
വിളിച്ച ശത്രുവിന്റെ ആഴങ്ങളും ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ പോലും അതിന്റെ താളക്രമം സംഭവിപ്പിച്ചിട്ട് തകർത്ത് കളയാൻ വെല്ലുവിളിച്ച ഇരുട്ടിന്റെ ആഴങ്ങൾ. പക്ഷെ ആത്മാവിന്റെ രാത്രി ഓർപ്പിക്കുക, എന്റെ കൃപ തന്നിയ താങ്ങിയ ദൈവം, എന്റെ ബലം തന്നിയ നിർത്തിയ ദൈവം, അന്തൽ കമന അടവന സത്തര കണ്ണിലേക്ക് ഇരുട്ടി കയറി വീഴത്തക്കവൻ അനർത്ഥങ്ങൾക്കത് വ്യസന കാരണമായി മാറേണ്ടതായിരുന്നു. പക്ഷേ എന്റെ കൃപ കൊണ്ട് താങ്ങിയ ദൈവമെന്ന് ആത്മാവിന്ന് രാത്രി എന്റെ ജനത്തോട് ആലോചന അറിയിക്കുക. അവൻ ചില മരണഘട്ടങ്ങളെ ഒഴിച്ചു കളഞ്ഞ ദൈവം ഞാനെന്ന സൈന്യങ്ങളുടെ ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ ചെയ്ത പ്രവർത്തികൾ മറന്നു പോകാതെ വീണ്ടും നിൽക്കട്ടെന്ന് ആത്മാവി രാത്രിയുടെ ജനത്തോട് ആലോചന അറിയിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ശരീരത്തിന്മേൽ അതിനെ ഉയർപ്പിക്കാൻ വ്യാപരിക്കപ്പെട്ട ദൈവമഹത്വം നമ്മെ ഒടുവിൽ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി അത് സംഭവിക്കുന്നത് വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഇന്ന് രാത്രി അറിയണം, ദൈവശക്തി നമ്മുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കപ്പെട്ട നിർജീവത്വങ്ങളെ മാറും. അതേ അബ്രഹാം തന്റെ ശരീരത്തിലെ നിർജീവത്തെ ഗ്രഹിച്ചു. സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്തെ ഗ്രഹിച്ചു. ആ നിർജീവത്വത്തെ ജീവനാക്കി മാറ്റാൻ ദൈവശക്തി വ്യാപരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടുന്നുണ്ട് കേട്ടോ. നിന്റെ വിഷയത്തിന് നിർജീവത്വത്തെ ഇന്ന് രാത്രി അവൻ തൊട്. ജീവനില്ലാതിരിക്കുന്ന ചലിക്കാതിരിക്കുന്ന വിഷയം, അത് ശാരീരികമാകാം, അത് മാനസികമാകാം, അത് സാമ്പത്തിക മേഖലയിലാകാം. ഒരു കാര്യങ്ങളും ഒന്ന് മൂവ് ചെയ്യുന്നില്ല, ഒരു കാര്യങ്ങളും ചലിക്കുന്നില്ല, എല്ലാം ഫ്രീസായി കിടക്കുന്നു, എല്ലാം ഡെഡായി കിടക്കുന്നു, ഒരു ചലനാത്മകം ഉണ്ടാകുന്നില്ല. ആത്മാവിന്റെ രാത്രി ദൂത് പറയുന്നു, അന്തൽ ഖമനഘടക സൈതന ഒരു 6 വർഷങ്ങളായി ഒന്ന് ചലിക്കാതെ നിൽക്കുന്ന മേഖലയിൽ ഈ രാത്രി ദൈവത്തിന്റെ കാര്യം ഇറങ്ങി വരുന്ന രാത്രിയാ. ദൈവത്തിനെ ചലിപ്പിക്കാൻ തുടങ്ങിയ അക്ഷരാധകൾ കഥാതന അടൽ കമാധനാദന ഉടകമന സൈതനാദകൾക്കല അത് ഫാസ്റ്റായി വേഗത്തിൽ ചില പ്രവർത്തികൾ സംഭവിക്കും. ആത്മാവിന്റെ രാത്രി സഭയോട് ആ ദൂത് വിളിച്ചു പറയുക, ചില നിർജീവങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റി ദൈവം ചിലതിനെ ചലിപ്പിക്കാൻ തുടങ്ങിയ ദൈവത്തിന്റെ കാര്യം ഇറങ്ങി വരുന്ന ദിനങ്ങളായി ഇത് മാറ്റപ്പെടും. യേശുവിൻ നാമത്തിൽ ചില നിർജീവങ്ങളെ മാറി നമുക്ക് ചിന്ത നടത്താം. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഗലീലയിലിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞ മനുഷ്യപുത്രൻ പാപികളോട് കൂടെ ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. അടുത്ത വാക്ക്, അവനൊരു വാക്ക് പറഞ്ഞു, അവനെ ക്രൂശിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒരു വേളയിൽ ക്രൂശിക്കപ്പെട്ടു, ശല്യം തീർന്നു, ഇനി അവനെ കൊണ്ടൊരു ശല്യവും ഉണ്ടാകത്തില്ല. ക്രൂശിക്കപ്പെട്ടവൻ കല്ലറയിൽ ഒതുക്കപ്പെട്ടു എന്ന് അവർ വിളിച്ചു പറഞ്ഞു. പക്ഷെ 3-ാം നാൾ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. നമ്മൾ പാടത്തില്ലേ, കാൽവറി നാഥൻ എന്റെ രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയില്ല, പൃഥ്വിവേ അത്യുന്നതൻ വിണ്ണിൽ കർത്താധി കർത്താവായി വാഴുകയാണ്. ഇന്ന് രാത്രി പൈശാചിക ലോകത്തിന്റെ ഏത് വെല്ലുവിളികളെയും അതിജീവിപ്പാൻ ഒരു ദൈവ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. എന്റെ ഭാഗത്ത് ഓടിപ്പോകുന്ന സമയത്ത് നിർത്തണമല്ലോ, വായിച്ചു. അവർ അവന്റെ വാക്കോർത്തു. ഇന്ന് രാത്രി ഏത് വാക്കോർത്തില്ലെങ്കിലും ദൈവത്തിന്റെ വാക്ക് എന്ത് ചെയ്യണം? ഞാൻ സമയത്ത് അവസാനിപ്പിക്കും. 4-5 മിനിറ്റുള്ളിൽ ചിന്ത നടത്താം. അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നോക്കുക, നമ്മള് ദൈവത്തിന്റെ വാക്ക് പലപ്പോഴും എന്ത് ചെയ്യും? മറക്കും. നമ്മളെല്ലാം ഓർത്തിരിക്കുന്നത് മനുഷ്യന്റെ വാക്ക്. അവരെന്നോട് ഇത് പറഞ്ഞു, അവരെന്നോട് അത് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഇത് പറഞ്ഞു. ഇനി പറഞ്ഞത് ആ കുഴപ്പമൊന്നും ഓർത്ത് മിണ്ടാതിരുന്നാ പറയും, എന്നോടൊരു വാക്ക് പോലും എന്ത് ചെയ്യുന്നില്ല,
മിണ്ടി ഇല്ല. ഒരാളെ സുഖമില്ലാതെ പാസ്റ്റർ കാണാൻ പോയി. ലോഹ്യം ചോദിക്കാൻ പാസ്റ്റർ ചോദിച്ചു എന്തുകൊണ്ട്? നമ്മളൊരാളെ കാണുമ്പോൾ ആദ്യം അങ്ങനെയല്ലേ ചോദിച്ചത്, എന്ന് തോന്നുന്നു എന്തുകൊണ്ട് വിശേഷം? അത് പിടിച്ചില്ല. സുഖമില്ലാതിരിക്കുന്ന എന്നോട് വന്ന് ചോദിക്കുക എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചിട്ട് എന്തോ ചോദിക്കുന്നത് എന്നാ ശവോടൊന്നും ചോദിക്കണം. ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള വാക്കായത് അത് നിങ്ങളിപ്പോൾ നോക്കിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ജാതത്തിലെന്ന് അതല്ലേ ഞാൻ പറഞ്ഞു. ചോദിക്കാൻ പറ്റത്തില്ല. ഒരു പാസ്റ്റർ ഒരാളെ കാണാൻ പോയി, സുഖമില്ലാതിരിക്കുകയാണ്, കാണാൻ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരാന്നൊരു അദ്ദേഹം പറഞ്ഞു ഇതിന് ആവശ്യമുണ്ട് എന്ത് ചെയ്യണം? വിളിക്കണം, പറയണം. എന്താ പറയുക, ആവശ്യമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ആശുപത്രി കേസും എല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോവുകയെല്ലാം ചെയ്യണമെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിലും ഇവർ നേരെ വ്യാഖ്യാനം കൊടുത്തു തട്ടിപ്പോയാൽ പറയണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ചിലരോട് കരക്കൂടെ പറ്റത്തില്ല. ഞാൻ ചിന്തിക്കും ഉപദേശിമാർക്ക് ഈ വെള്ളപ്പാട് ഞായറാഴ്ച ഒരു ദിവസം കാണുന്നില്ല. കൂടെ താമസിക്കുന്ന ഭർത്താവിൻ്റെ കാര്യം കുടുംബകാലം ഉണ്ടാക്കി വിടാനല്ല, ഞാൻ നോർമലി ഒരു ചിന്ത പറഞ്ഞത്. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ എന്തോ വിശേഷം? അടുത്ത പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഓർക്കും വെറുതെ എന്തിനാ മുന്നാലും ഇന്നലെ ഒരു വിശേഷം ചോദിച്ചു. അങ്ങനെ ഇന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തില്ല എന്നോട് ഏതാണ്ട് കാര്യമായിട്ട് എൻ്റെ കയ്യിലൊരു പതായതുകൊണ്ട് ആലോചിക്കാത്ത എന്ന് ഓർത്താൽ മതി. ആ ഭാഗവും പറഞ്ഞ് അങ്ങനെ വിടുക ഞാനിത്. അപ്പം ഞാൻ ഒരു തോന്നുകൂടെ പറയാം. ഈ അമ്മായിയമ്മ പറഞ്ഞതും നാത്തും പറഞ്ഞതും അനിയത്തി പറഞ്ഞതും ചേട്ടത്തി പറഞ്ഞതും എല്ലാം മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? കളയണം. എന്നിട്ട് ആര് പറഞ്ഞത് മാത്രം ഓർക്കണം. സഹോദരന്മാരെ, സ്നേഹത്തോടൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ സഹോദരന്മാർ പാവങ്ങളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി ഞങ്ങൾ എപ്പോഴേലും ഒരു സമയത്ത് പറയും ഇങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റി എന്ന് മനസ്സ് തോന്നും. അപ്പോൾ നിങ്ങൾ പറയും സാരമില്ല, പോട്ടെ, സാരമില്ല, ഒരാശ്വാസം. തിരിച്ച് നിങ്ങൾ പറയും എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റി, വലിയ അബദ്ധമൊന്നുമില്ല, നമ്മളൊരു സാരമില്ല, കുഴപ്പമില്ല, പോട്ടെ. ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയുകയാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ന് എപ്പോഴും എന്നോട് പറഞ്ഞു. ഒരു 14 മാസം കഴിഞ്ഞ് നിങ്ങളോട് പറഞ്ഞാലും അങ്ങനെയല്ല പറഞ്ഞേ, ഇതുപോലെ പറഞ്ഞേ, അന്നേരം ഇന്ന ടോണിലാ പറഞ്ഞത്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാച്ചാ എന്ത് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ ആശയം അറിയാം. നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ട് നടക്കരുത്. എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്. അത് നമ്മളെ വൈരാഗ്യത്തിലേക്ക് നടത്തും, വാശിയിലേക്ക് നടത്തും, അവരെ കണ്ടാൽ മിണ്ടാനുള്ള മനസ്സില്ലാതാക്കും, നമ്മുടെ പ്രാർത്ഥനയെ തടയും, നമ്മുടെ ദൈവകൃപയെ തടയും. അതുകൊണ്ട് ഞാൻ ചിന്ത നിർത്തുക. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ ഒരു സഹോദരൻ നിലയിൽ പറഞ്ഞു പോകാം. ദൈവം പറഞ്ഞ വാക്ക് ഓർക്കണം. ദൈവം എന്താ പറഞ്ഞത്? അവൻ ഉയർത്തുക. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ആദരിക്കാം, ഞാൻ നിന്നെ മാനിക്കാം, ഞാൻ നിന്റെ സാഹചര്യത്തിന് മാറ്റം തരാം, നിന്റെ തലമുറയ്ക്ക് ഞാൻ വ്യത്യാസം തരാം, നിന്റെ അവസ്ഥകൾക്ക് ഞാൻ മാറ്റം തരാം, നിന്റെ സ്ഥിതിഗതികൾക്ക് ഞാൻ മാറ്റം തരാം. അങ്ങനാണെങ്കിൽ ശപിച്ചവരുടെ വാക്കോർത്തോട് നടക്കരുത്, രാഗിയവരുടെ വാക്കോർത്തോട് നടക്കരുത്, മുടിഞ്ഞു പോകുന്നു പറഞ്ഞവരുടെ വാക്കോർത്തോട് നടക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആരാധന കഴിയുമ്പോഴും ഒക്കെ ഇതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പറയുന്തോറും അതിനകത്ത് പിശാച് പ്രവർത്തിക്കും. എന്നാൽ ഇന്ന് രാത്രി എന്താ പറയുന്നത്? അവരങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിനെ ഒന്നും കാര്യമാക്കുന്നില്ല. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ ആദരിക്കാമെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യന്റെ വാക്കിനെ വിശ്വസിക്കരുത്, ദൈവത്തിന്റെ വാക്കിനെ അവിശ്വസിക്കരുത്. ദൈവവാക്ക് വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയായിത്തീരും. വായിച്ചു നിർത്താം. ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചു ആരൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. അവര് കല്ലറ വിട്ട് എന്ത് ചെയ്തു? തിരിച്ചു പോയി 11 പേരോട് പറഞ്ഞു. അവരാരൊക്കെയാ? മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോട് കൂടെ വേറെ ചില സ്ത്രീകളുണ്ടായി. ഈ സഹോദരിമാരെല്ലാം കൂടെ ആരാധനയ്ക്ക് നമ്മളൊന്ന് നോക്കി. ഈ സഹോദരിമാരുടെ യോഗത്തിന് പോയാൽ എന്തെല്ലാം ചർച്ചകളുണ്ടാവില്ലേ?
നാട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിലുകാർ ADS, TDS, BDS അത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടുത്തെ അയൽക്കൂട്ടത്തിന് കാശ് കൊടുത്തത് വരാത്ത ദിവസം 10 രൂപ ഫൈനുണ്ട്, അത് കൊടുക്കാത്തത്, വാങ്ങിക്കുന്ന കാര്യങ്ങൾ, പിന്നെ തുടങ്ങി അടുക്കളയിലെ കാര്യങ്ങൾ വരെ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അവർ തിരിച്ചു പോകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ചോ, ഇവരുടെ സംഭാഷണം മുഴുവൻ കർത്താവിനെ കുറിച്ച് എന്നത്തെ 2 മിനിറ്റ് അവരുടെ സംസാരം മുഴുവൻ എന്തിനെ കുറിച്ചാണ്? ഉയർത്ത കർത്താവിനെ കുറിച്ചാണ്. ആ നാവിനകത്ത് മുഴുവൻ വിശ്വാസത്തിന്റെ വാക്കാണ്. ഈ സഹോദരിമാർ 11 പേരോട് പറഞ്ഞു. ആ വാക്യം കൂടെ വായിച്ചത് നമ്മുടെ കുറിവാക്യമായി വന്നത് ഇന്ന് രാത്രി വായിച്ചു. ഈ വാക്ക് അവർക്ക് നോക്കിയേ, ആർക്കാ? ഈ 11 പേർക്ക് ഇവരാരാ? 3.5 വർഷം കൂടെ നടന്നത്. നമ്മുടെ ചിന്ത മറക്കരുത്, അവിശ്വാസം. 3.5 വർഷം കൂടെ നടന്നവർ. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാർ, സ്ത്രീകളും പൈതങ്ങളും വേറെയാണ്. അവരെ പോഷിപ്പിച്ച, മരിച്ചവനെ വിളിച്ച് തിരികെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്ന, ഒരു യൗവനക്കാരന്റെ മഞ്ചത്തെത്തുമ്പോൾ ഉയർപ്പ് കൊടുത്ത, ഒരു കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച, ചെവിടർക്ക് കേൾവി മുടന്തരെ നടത്തിയ ആ കർത്താവിനെ കുറിച്ച് 3.5 വർഷം കൂടെ നടന്നവൻ പറയുക ഇത് കഥയാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ആലയത്തിൽ വരുന്ന എല്ലാവർക്കും ദൈവത്തെ വിശ്വാസമൊന്നും ഉണ്ടാകണമെന്നില്ല. ആലയത്തിൽ ആരാധനയ്ക്ക് എല്ലാവർക്കും വിശ്വാസമൊന്നുമില്ല. അതേ പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും വിശ്വാസമില്ല. പലർക്കും ഇതൊരു കഥ പോലെ, സ്റ്റോറി ടെല്ലിങ്, ഒരു കഥ പോലെ പലരും കേൾക്കുന്നത്. ഇത് കഥയല്ല, ഹിസ്റ്ററിയാ, ഹിസ്റ്റോറി. ഇത് അവന്റെ കഥയാ, ഉയർത്തവന്റെ ചരിത്രമാണിത്. ഉയർത്തവന്റെ ചരിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. 3.5 വർഷം കൂടെ നടന്നവൻ, അത്ഭുതം കണ്ടവൻ കഥ പോലെ തോന്നിയപ്പോ നേരിട്ട് കണ്ടവർ പറയുക ഇത് കഥയല്ല, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ഇന്ന് രാത്രി ആരാധനയ്ക്ക് വരുന്ന പലരും കഥയായിട്ട് ഇതിനെ കൊണ്ടുപോകണ്ട, അവിശ്വസിക്കണ്ട. പക്ഷെ അനുഭവിക്കുന്ന ദൈവങ്ങള് ഇന്നലകളിൽ ഞാൻ പ്രാപിച്ച സൗഖ്യം, ഇന്നലകളിൽ എന്റെ കുടുംബത്തിൽ നടന്ന ദൈവപ്രവൃത്തി, എന്റെ തലമുറയോട് ബന്ധപ്പെട്ട, എന്റെ ഡെലിവറിയോട് ബന്ധപ്പെട്ട, എന്റെ കുഞ്ഞിന്റെ രോഗത്തോട് ബന്ധപ്പെട്ട, നമ്മുടെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. ആത്മീകരനെ വിളിച്ചു പറയുന്ന, പാരമ്പര്യം പറയുന്ന പലരും അവിശ്വസിച്ചാലും എനിക്ക് അവിശ്വസിക്കാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ്. ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. കഥ പോലെ അവർക്ക് തോന്നിച്ചത് വായിച്ചു നിർത്തിക്കും. അവരെ എന്ത് ചെയ്തില്ല? രാത്രി നീ മനുഷ്യനെ വിശ്വസിക്കണ്ട. ദൈവദാസന്മാരെ എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല. കാലം തെളിയിക്കുക. നീ ആരെ വിശ്വസിച്ചില്ലെങ്കിലും തമ്പുരാനെ ഇന്ന് രാത്രി വിശ്വസിക്കണം. അവൻ പറഞ്ഞ വാക്ക് അതുപോലെ നടന്നതിനുള്ള തെളിവ. തുറക്കപ്പെട്ട കല്ലറയും ഉയർത്തനാഥനും. അത് തീർന്നില്ലല്ലോ. ബൈബിള് ക്ലോസ് ചെയ്യുന്നു. ബെസ്സി എന്ന് വായിച്ചു നിർത്തിക്കുക. നിങ്ങൾ ബൈബിൾ അടയ്ക്കുക. ഞാൻ ചിന്ത നിർത്തുക. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്നു. കുനിഞ്ഞു നോക്കി, തുണി മാത്രമുള്ള കണ്ടു. സംഭവിച്ചതെന്തെന്ന് ഇന്ന് രാത്രി പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും അനുഭവമില്ലാത്ത നിനക്ക് അനുഭവത്തിലൂടെ കടത്തിവിടുന്ന ഒരു ദൈവം ഇന്ന് രാത്രി പറയണം. എന്റെ ശാരീരിക ക്ലേശങ്ങൾ, ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്റെ അനുഭവത്തിന് വേണ്ടി ദൈവം നൽകുന്നതാണ്. വ്യക്തിപരമായി ദൈവത്തോടൊരു അനുഭവം ഉണ്ടാകാൻ, വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കാൻ. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അങ്ങനെ ഞാൻ വളർത്തപ്പെട്ടത് കൊണ്ട് ആ പശ്ചാത്തലത്തിൽ ഞാൻ ജീവിച്ചു വരുവാനിടയാൽ 13ാമത്തെ വയസ്സിൽ എന്റെ മേൽ ഉണ്ടായൊരു രോഗമാണ്. അതിന്റെ സൗഖ്യമാണ്. കർത്താവിനെ കൂടുതൽ ആഴമായി ഞാൻ തിരിച്ചറിഞ്ഞത് അതിന്റെ അനുഭവമാണ്. ഇന്നും എന്നെ നിർത്തുന്നത് അനുഭവമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസനെ ശുശ്രൂഷയെ നിർത്തുന്നത് അനുഭവമാണ്. നമ്മളെ നിർത്തുന്നത് അനുഭവമാണ് കേട്ടോ. അനുഭവങ്ങൾ അവസാനിച്ചാൽ ആത്മീക ജീവിതത്തിന് തിരശീല വീട്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ദൈവം അനുഭവങ്ങൾ നൽകുന്ന ദൈവമാണ്. അതിനെ തകർക്കാനല്ല, അതിനെ നശിപ്പിക്കാനല്ല, എന്റെ വിശ്വാസം വർദ്ധിക്കാനാണ്, ദൈവത്തോട് കൂടുതൽ അടുക്കാനാണ്. ഞാൻ അവിശ്വസിക്കാതിരിക്കാനാ. അവിശ്വസിച്ച പത്രോസിന് യേശു പ്രത്യക്ഷനായി, മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. ഇന്ന് രാത്രി അവിശ്വസിക്കുന്നവർ വിശ്വസിക്കാൻ കഴിയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടും. ഈ രാത്രി വിളിച്ചു പറയാ, അവിശ്വാസം വേണ്ട. ഞാൻ
ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്നു. ഞാൻ ഈ ദൂത് ഇന്ന് രാത്രി നിർത്തുകയാണ്. നാളെ ചിന്തയുടെ അടുത്ത ഭാഗത്തേക്ക് മാറാം. ഒന്ന്, വിശ്വസിച്ചില്ല അവിശ്വാസം. വിശ്വാസത്തിന്റെ അടുത്ത പടി അല്പവിശ്വാസമാണ്. നാളെ ആ ഭാഗത്തിലേക്ക് നമ്മൾ വരും. വിശ്വാസം ഒന്നാമത്തെ ചിന്ത, തീരെ വിശ്വാസമില്ല. കൂടെ നടന്നിട്ട് മുഴുവൻ കേട്ടു. ആവർത്തിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടും. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ ക്രൂശിച്ചു കൊല്ലും, ഞാൻ ഉയർക്കും. കൂടെ ഇരുത്തി പറഞ്ഞ് പഠിപ്പിച്ചു കർത്താവ്. എന്നിട്ടും പറയുന്നത് കഥയാണെന്ന് പറഞ്ഞു. വിശ്വാസം ലെവലേഷനില്ല. അതിനർത്ഥം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ കുഞ്ഞെ നിന്നിൽ അവിശ്വാസം മുളച്ചു വരും, കിളിർത്തു വരും. രണ്ട്, അല്പവിശ്വാസം. നാളെ പകൽ അത് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് രാത്രി ദൈവത്തോട് പറ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ഒരവിശ്വാസിയായി പോകാൻ എനിക്കിടവരില്ല. പാട്ടും പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോഴും സഭയുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ വിശ്വാസം എന്റെ അതേ ഹൃദയത്തിനകത്ത് വേരൂന്നാൻ ഇടവരരുത്. ആ വിശ്വാസത്തിന്റെ വൃക്ഷത്തെ വലിച്ചെറിഞ്ഞ് ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വിത്ത് പാകാൻ ദൈവം എനിക്ക് കൃപ തരണം. അത് വളരാൻ ദൈവ കൃപ തരണം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് ചുവടുകളെ വെക്കാം. ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ചിരിക്കുന്ന ദൈവിക ആലോചനകളുടെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള വിടുതലുകൾ ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും നമ്മുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ചൊരിയണം. സമർപ്പിച്ച് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വ്യാഴ്ച ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവൻ